ഹലോ മക്കളെ, നമ്മൾ ക്യാപിറ്റലിസ്റ്റ് എക്കണോമി എന്താന്ന് കണ്ടു, മുതലാളിത്ത സമ്പത്ത് വ്യവസ്ഥ എന്താന്ന് കണ്ടു. രണ്ടാമതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് സോഷ്യലിസ്റ്റ് എക്കണോമിയാണ്. എന്താണ് സോഷ്യലിസ്റ്റ് എക്കണോമി? സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഇവിടെ നിങ്ങൾ ആലോചിച്ച് വെക്കേണ്ട ഒരു കാര്യമാണ്. എന്ത് സിമ്പിളാണ്? അത് ആരാണ് മീൻസ് ഓഫ് പ്രൊഡക്ഷൻ, ആരുടെ കീഴിലാണ്, ആരാണത് ഓൺ ചെയ്തിരിക്കുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കണ്ടു. 3 സിസ്റ്റംസിനെ തിരിച്ചിരിക്കുന്നത്. മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ആരുടെ കൺട്രോളിലാണുള്ളത്? ക്യാപിറ്റലിസ്റ്റ് എക്കണോമിയിൽ ആരായിരുന്നു? പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് ആയിരുന്നു. ഇവിടെ വന്നിട്ട് ആരാണത്? പബ്ലിക് സെക്ടർ ആണ്, ഗവൺമെന്റ് ആണ്. മീൻസ് ഓഫ് പ്രൊഡക്ഷൻ, ഉൽപ്പന്നോപാധികളുടെ എല്ലാ കൺട്രോളും ചെയ്യുന്നത് ഗവൺമെന്റ് ആണ്, പബ്ലിക് സെക്ടർ ആണ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് വെക്കേണ്ട ഒരു പോയിന്റ്, സോഷ്യലിസ്റ്റ് എക്കണോമിയിൽ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ആരാണ് കൺട്രോൾ ചെയ്തിരിക്കുന്നത്? പബ്ലിക് സെക്ടർ ആണ് കൺട്രോൾ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അത് സിമ്പിൾ ആണെങ്കിൽ നോക്കിയ മക്കളെ, അവിടെ നടക്കുന്നത് ഒരു കാര്യം നോക്കിയേ. അവിടെ സെൻട്രൽ പ്രോബ്ലംസ്, അതായത് ഹൗ ടു പ്രൊഡ്യൂസ്, ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്, ഫോർ വാട്ട് ടു പ്രൊഡ്യൂസ് എന്നുള്ള 3 പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നത്. എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം, ആർക്ക് വേണ്ടി പ്രൊഡ്യൂസ് ചെയ്യണം, എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കുന്നത് സെൻട്രലൈസ്ഡ് പ്ലാനിങ്ങിലൂടെയാണ്, ഒരു കേന്ദ്രീകൃതമായിട്ടുള്ള ആസൂത്രണത്തിലൂടെയാണ് എന്ത് സംഭവിക്കുന്നത്, ഇത്തരത്തിലുള്ള ബേസിക് പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നത് എന്ന് മക്കൾ മനസ്സിലാക്കി വെക്കുക. ഇതിന്റെ മെയിൻ ഫീച്ചേഴ്സ് നിങ്ങൾ ആലോചിച്ച് വെക്കേണ്ട ഒരു മെയിൻ കാര്യമാണ് മക്കളെ. എന്താണ്? സോഷ്യൽ വെൽഫെയർ ആണ്, സാമൂഹിക ക്ഷേമമാണ്, സോഷ്യൽ വെൽഫെയർ ആണ് സോഷ്യലിസ്റ്റ് എക്കണോമിയുടെ മെയിൻ ലക്ഷ്യം. അപ്പൊ അപ്പുറം എന്തായിരുന്നു? പ്രോഫിറ്റ് മോട്ടീവ് ആയിരുന്നു അല്ലേ? സിമ്പിൾ ആയിട്ടുള്ള പോയിന്റ് ആണ്. ഇവിടെ എന്താ? ആബ്സെൻസ് ഓഫ് പ്രൈവറ്റ് ഓൺട്രപ്രന്യൂർ. എന്താ പറയുന്നത്? ഇവിടെ നമ്മുടെ സോഷ്യലിസ്റ്റ് എക്കണോമിയിൽ, സോഷ്യലിസ്റ്റ് സമ്പത്ത് വ്യവസ്ഥയിൽ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് ഉണ്ടോ? പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് ഇല്ല. ക്യാപിറ്റലിസ്റ്റ് എക്കണോമിയിലാണ് പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് ഉണ്ടായത്. ഇവിടെ എല്ലാം ഗവൺമെന്റ് ആണ്, എല്ലാം സ്റ്റേറ്റ് ആണ് കൺട്രോൾ ചെയ്യുന്നത്. സ്വാഭാവികമായിട്ട് അവിടെ പ്രൈവറ്റ് ഓൺട്രപ്രണറിന്റെ ആബ്സെൻസ് നമുക്ക് കാണാൻ പറ്റും, സ്വകാര്യ വ്യക്തികളുടെ ആബ്സെൻസ് നമുക്ക് കാണാൻ പറ്റും അല്ലേ? സാമൂഹ്യ ക്ഷേമമാണ് മെയിൻ ലക്ഷ്യം. സ്വകാര്യ സംരംഭകന്റെ അഭാവമുണ്ട്. അതുപോലെ സമ്പത്തിന്റെ സ്വകാര്യ ഉടമസ്ഥത ഇല്ല. എന്താ പറയുന്നത്? അപ്പുറം നമ്മൾ കണ്ടു ക്യാപിറ്റലിസ്റ്റ് എക്കണോമിയുടെ ഒരു ഫീച്ചർ മക്കൾ ആലോചിച്ച് നോക്കേണ്ട, ഒരു ട്രാൻസ്ഫർ ഓഫ് ലീഗൽ എയർ എന്ന് പറഞ്ഞിട്ട് സാധനമുണ്ട്. എന്താണ്? സ്വത്തവകാശം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? തലമുറകളായിട്ട് കൈമാറ്റം ചെയ്യാൻ പറ്റും. പക്ഷെ ഇവിടെ അങ്ങനെ സാധിക്കില്ല. എന്താ പറയുന്നത്? സമ്പത്തിന്റെ ഉടമസ്ഥ അവകാശം ഇല്ലാത്തതും നിയമപരമായിട്ടുള്ള അവകാശിക്ക് സമ്പത്ത് കൈമാറ്റം ചെയ്യാൻ പറ്റാത്തതും എന്തിലേക്ക് നയിക്കുമെന്നാണ് പറയുന്നത്? സാമ്പത്തിക സമത്വത്തിലേക്ക് നയിക്കുമെന്നാണ് പറയുന്നത്. എക്കണോമിക് ഇക്വാളിറ്റിയിലേക്ക് നയിക്കുന്ന പറയുന്നത്. നോക്കിയ മക്കളെ, എന്താ പറയുന്നത്? ആബ്സെൻസ് ഓഫ് പ്രൈവറ്റ് ഓണർഷിപ്പ് ഓഫ് വെൽത്ത് ആൻഡ് ട്രാൻസ്ഫർ ഓഫ് വെൽത്ത് ടു ദ ലീഗൽ ഹെയർ എന്തിലേക്ക് നയിക്കും? എക്കണോമിക് ഇക്വാളിറ്റിയിലേക്ക് നയിക്കും. സാമ്പത്തികമായിട്ട് എല്ലാവരും ഒരുപോലെ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ നിങ്ങൾക്ക് പഠിക്കാൻ. സോഷ്യലിസ്റ്റ് എക്കണോമി ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് പറയാ? ആരുടെ കൺട്രോളിലാണുള്ളത്? ഗവൺമെന്റിന്റെ കൺട്രോളിലാണ്, പബ്ലിക് സെക്ടറിന്റെ കൺട്രോളിലാണുള്ളത് മീൻസ് ഓഫ് പ്രൊഡക്ഷൻ. അതുകൊണ്ടാണ് നമ്മൾ അതിനെ സോഷ്യലിസ്റ്റ് എക്കണോമി എന്ന് പറയുന്നത്. ഓക്കെ, അതെന്തിനു വേണ്ടിയിട്ടാണ്? സോഷ്യൽ വെൽഫെയറിന് വേണ്ടിയിട്ടാണുള്ളത്. അതുപോലെ എന്താ മക്കളെ? എക്കണോമിക് ഇക്വാളിറ്റി അവിടെ കാണാൻ പറ്റും. പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിന്റെ അഭാവം, ആബ്സെൻസ് ഓഫ് പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് നമുക്ക് അവിടെ കാണാൻ പറ്റും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എവിടെയുള്ളത്? സോഷ്യലിസ്റ്റ് എക്കണോമിയിലുള്ളത്. അതിന്റെ ഒരു ഡ്രോബാക്ക് ആയിട്ട് നമുക്ക് എന്ത് വേണമെങ്കിൽ പറയാൻ പറ്റും? ആളുകൾക്ക് എല്ലാം ഗവൺമെന്റ് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആളുകൾ എന്താ? മടിയന്മാരാകും. അപ്പൊ ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? പണിയെടുക്കാനുള്ള താല്പര്യം പോകും. സ്വാഭാവികമായിട്ട് അതെന്തിലേക്ക് നയിക്കും? നമ്മുടെ രാജ്യത്തിന്റെ, ഒരു രാജ്യം, ഏത് രാജ്യമാണോ സോഷ്യലിസ്റ്റ് എക്കണോമി ഫോളോ ചെയ്യുന്നത്, ആ രാജ്യത്തിന്റെ വികസനം, ആ രാജ്യത്തിന്റെ വളർച്ച എല്ലാം ഇല്ലാണ്ടാവും. അതാണ് മെയിൻ ആയിട്ട് സോഷ്യലിസ്റ്റ് എക്കണോമിയുടെ ഒരു ഡ്രോബാക്ക് ആയിട്ട് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മക്കൾ ആലോചിച്ച് വെക്കുക. എന്താണ് സോഷ്യലിസ്റ്റ് എക്കണോമി, അതിന്റെ മെയിൻ ഫീച്ചേഴ്സ് എന്താണെന്ന് ആലോചിച്ച് വെക്കുക. ഇത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങൾ, ഒന്ന് നമ്മൾ ക്യാപിറ്റൽ കണ്ടു, 2 സോഷ്യലിസം കണ്ടു, അടുത്ത് നമ്മൾ മിക്സഡ് എക്കണോമി കാണും. വെയിറ്റ് ആൻഡ് സീ. സെറ്റ്.